കാരണം ഹൗസ്ഫുൾ ഷോ ആയിരുന്നു കണ്ട നമ്മളീ മറ്റേ ഇത് കിട്ടിയില്ലെന്ന് സീറ്റ് ടിക്കറ്റ് ഫ്രീ അല്ലേ താഴത്തിരുന്നാണ്ട് പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ പിന്നെ ആരോ ഒരാൾ ഇറങ്ങിപ്പോയി പണങ്ങട്ടെ ആളില്ലായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഒരു സീറ്റ് മാത്രം കാലിയായിരുന്നു അപ്പൊ എനിക്ക് സീറ്റ് കിട്ടി ഭയത്തിൽ പക്ഷെ പടം നല്ല രീതിയിൽ എൻഗേജിങ് ആണ് പിന്നെ നിസാർ മാമുക്ക് അവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് പൈസയുടെ സിനിമ തന്നെ പറയാം ഒരു ഫാമിലി ഇമോഷണൽ സബ്ജക്റ്റ് ആണ് ഇന്നസെന്റിലല്ല ഇന്ദ്രൻസ് അഭിനയിച്ചേക്കണം ഇന്ദ്രൻസും മറ്റേ അടിപൊളി മറ്റേ പെർഫോമൻസ് ആണെങ്കിൽ ഒരു അവാർഡ് പരിഗണിക്കേണ്ടത് ജാഫ്രിക്കാണ്. സ്കോർ ചെയ്തിട്ട് ഇന്ദ്രൻസായിട്ടാണ് പക്ഷെ നല്ല രീതിയിൽ ജാഫ്രിക്കൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇതൊരു എന്താ പറയാ ഒരു കരിയർ ബസ് സിനിമ എന്ന് തന്നെ പറയാം. ഇതൊരു എന്താ പറയാ നമുക്ക് ജീവിതത്തിൽ പ്രസന്റ് വരുമ്പോൾ ഒരു ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ഇത് കാണിക്കുന്നുണ്ട് നെഗറ്റീവായിട്ട്. അത് ചെയ്യരുതെന്ന് പറയാം. അപ്പൊ എനിക്കും പല രീതിയിൽ ആത്മഹത്യ വന്നിട്ടുണ്ട് പക്ഷെ ആത്മഹത്യ കിട്ടില്ല. മനസ്സിലായോ? പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് ജീവിക്കുക അല്ലാണ്ട് ക്യാഷില്ലെന്ന് പറഞ്ഞു നമ്മളൊരു ഒരുപ്പെട്ടവനാണ് ശരിക്കും. ഒരുപ്പെട്ടവൻ ഇവനല്ല, ഇവനൊരു ഒരുപ്പെട്ടവനാണ്. ഫാമിലീസ് ഒക്കെ കണ്ടിരിക്കേണ്ട മൂവിയാണ്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളി. ക്ലൈമാക്സ് വരെ കണ്ടിരിക്കാം. ബോറല്ല. എനിക്ക് ജാഫർ ഇരിക്കാൻ ഇഷ്ടമായി. റിയൽ സ്റ്റോറിയാണോ? റിയൽ സ്റ്റോറി അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെൺമക്കളൊക്കെ ഉള്ള പാരന്റ്സിനെ കാണാൻ പറ്റിയ മൂവിയാണ്. ഫാമിലീസ് ഒക്കെ ആയിട്ട് വന്ന് കാണാം. ഇമോഷണലായോ? ഇമോഷണലായി. അല്ലാതെ ജാഫർഖാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും ആൾക്കാരിൽ. കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ്. ഇതിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ അഭിമാനം. രണ്ടുപേരും വെറൈറ്റി വ്യത്യസ്ത കഥാപാത്രങ്ങളാണ്. ജാഫർഖാൻ കൂടുതൽ ലീഡ് ചെയ്യുന്നൊരു സംഭവം. ഭയങ്കരമായിട്ട് ഇങ്ങനെ ജാഫർഖാനെ കണ്ടിട്ടില്ല. അത്രയും ടച്ചിങ്. ഒരുപാട് സന്തോഷം. സമയത്തൊരു കണ്ണു നിറയെ എന്ത് പിന്നെ ഒരു ആങ്സൈറ്റി ഉണ്ട്. അടുത്ത എന്താണെന്ന് വല്ലാതില്ല എങ്കിലും കുഞ്ഞിനെ മിസ് ആയ സമയത്തുള്ള ഒരു ഇതേ ഉണ്ടായിരുന്നു. ഇമോഷണലായി, തീർച്ചയായും ഇമോഷണലായി. ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ഇരിക്കുവാണ്. ഉറപ്പായും നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. പ്രത്യേകിച്ച് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു കുട്ടി ആയിട്ടുള്ള റിലേഷൻ, പിന്നെ അത് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ തന്നെ കാണണം. റിയൽ സ്റ്റോറി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. ബട്ട് എനിവേ നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ പടത്തിൽ. നമുക്ക് ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ജാഫ്രിക്കയുടെയും അതുപോലെ തന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെയും പെർഫോമൻസ് ഒന്നും പറയാനില്ല. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നല്ല സിനിമ, എല്ലാരും കണ്ടു നോക്കുക. അത്രേ പറയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത്. ശരിക്കും സൂപ്പർ ആണ്. എല്ലാവരും നേരിട്ട് കണ്ടറിയുക. ഒരുപാട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവ കഥ. അതായത് നമ്മളെല്ലാം അറിയുന്ന സംഭവം, ഈ അടുത്ത കാലത്ത് സംഭവിച്ച ഒരു സംഭവത്തിൻ്റെ അതിനോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. അതിൻ്റെ ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. ഒരു മിനിറ്റ് പോലും നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ കഥയിൽ ഓരോ എഡിറ്റിങ്ങിലെല്ലാം വളരെ വ്യത്യസ്ത പുലർത്തിയിട്ടുണ്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ ജാഫർ ഇടുക്കിയും ഇന്ദ്രൻസേട്ടനൊക്കെ മത്സരിച്ച് അഭിനയിച്ചേക്കാണ്. അതായത് ജാഫർ ഇടുക്കി ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള അഭിനയം. പല സന്ദർഭങ്ങളും നമ്മളെ കരയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഇന്ദ്രൻസേട്ടനാണ് നന്നായിട്ടുണ്ട്. പുതിയൊരു പെൺകുട്ടി വന്നിട്ടുണ്ട് ഈ പടത്തിൽ അഭിനയിച്ച. ആ പെൺകുട്ടിയുടെ അഭിനയം കൊള്ളാം. എനിക്ക് പറയാനായിട്ട് പറയുന്ന വളരെ മനസ്സിനെ അതായത് വേദനിപ്പിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ